ഹായ് ഗൈസ്, അപ്പം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാലക്കുടികാർക്ക് ഒരു ഹരമായതാണ് നമ്മുടെ അമ്പുപെരുന്നാൾ. ആ അമ്പുപെരുന്നാളിലെ ഒരു ഭാഗമാണ്. പാവക്കുത്താണ് നമ്മൾ ഫസ്റ്റ് കണ്ടേട്ടോ. നമുക്കതൊന്ന് കാണാം. ആ ചേട്ടൻ്റെ കൈ കൊണ്ടാണ് അതൊക്കെ ചെയ്യണത്. നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ അത്. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് വേറൊരു പന്തലുണ്ടായിരുന്നു. ആ പന്തലിൽ ഞങ്ങൾ പോയി നേർച്ചയൊക്കെ ഇട്ട് അവിടുന്ന് പുണ്യാളെ തൊട്ട് തൊഴുത് പോന്നു കേട്ടോ. അപ്പം ഞാൻ ചേച്ചിക്ക് നടക്കണം. അതൊരു ക്യൂട്ട് മുയലിനെ കണ്ടില്ലേ? ആര്യാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. നമ്മൾ അവിടെ നിന്നും പോന്നു കേട്ടോ. അവിടെ നിന്ന് പോകുന്ന ലക്ഷ്മി ജ്വല്ലറിയിൽ നിന്ന് ബലൂണും മിച്ചറൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഫ്രീ ആയി കിട്ടിയതൊക്കെ നമ്മൾ മേടിച്ചെടുക്കല്ലോ. പിന്നെ കുഞ്ഞുങ്ങളാണെന്നതിന് അക്രമമായിട്ട് ഞാൻ താഴത്തുനിന്നൊക്കെ പറക്കിയെടുക്കണ്ട്. അങ്ങനെ നമ്മൾ പന്തലും കാഴ്ചകളും കൊണ്ട് നടക്കാം. അവിടെ കുറേ സ്റ്റേജുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ സ്റ്റേജിൽ നിറച്ച് പരിപാടികൾ നടക്കായിരുന്നു. കുറച്ചൊക്കെ മിക്ക സ്റ്റേജിൽ ഞങ്ങൾ കുറേ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഫാഷൻ ഷോ നടക്കായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പേർഷ്യൻ സുന്ദരി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഞങ്ങളപ്പം പള്ളിയിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ കുഞ്ഞു പിള്ളേർ ബബിൾ വിളിഞ്ഞു. അതിൻ്റെ വലിയ ബബിളുകൾ മറ്റേ കടലാസിൽ പെരുന്നാൾ തൂക്കാൻ പറ്റില്ലേ, ഇങ്ങനെ പറത്തി വിടുന്നത്. അതേപോലെ ആ ഒരു ബബിളും പറത്തി വിട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ അടുത്ത് തന്നെ ആ ഒരു കൊട്ടും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ മൂട്ടല്ലുണ്ടോ ആദർശ് സൂക്ഷ്മമാണ്. അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ വായ പൊളിച്ച് നോക്കി അങ്ങനെ പോയി കേട്ടോ.
പറക്കുന്നത് മൊത്തം സോപ്പ് പൊടിയാണ്, സോപ്പ് പതയാണ്. അത് കാണാനൊരു വൈബ് തന്നെയല്ലേ. കണ്ടത് ഭംഗിയുണ്ട്. മറ്റേ കടലാസുകൾ ഇങ്ങനെ വിട്ടില്ലേ, അതേപോലെ ഉണ്ട്. അങ്ങനെ നടന്ന് വന്നപ്പോ ഒരു അമ്പിന്റെ കൂടെ അമ്പാണ് നമ്മുടെ അടുത്ത് പോകുന്നത്. നമ്പുകൾ കയറേണ്ട സമയമായി. ഞാൻ ഈ കുഞ്ഞു പിള്ളേരെ മാതിരി ആരെങ്കിലും അടുത്തോടെ പോകുമ്പോൾ ബലൂണൊക്കെ അങ്ങോട്ട് പൊക്കി പിടിച്ച് ബലൂൺ തട്ടി കഴിഞ്ഞാൽ അതിന് പോകുന്നു വിചാരിച്ചു നടത്തണം. ഇതൊക്കെ നിരത്തി വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയില്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളും വരും. ഇങ്ങനെ പോകുമ്പോൾ അമ്മയുടെ അച്ഛനൊക്കെ വാശി പിടിച്ച് കറങ്ങി വരുന്നതൊക്കെ ശരിക്കും ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടോന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അവിടെ ആര്യ യന്ത്രഊഞ്ഞാലിൽ കയറുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. നമ്മളിപ്പോൾ നിൽക്കണത് അമ്പ് എടുത്തു വെക്കാനായിട്ടാണ്. ചേച്ചിയും ഞാനൊക്കെ അമ്പ് എടുത്ത് വെക്കാനായിട്ട് നിൽക്കാം. അപ്പോൾ പള്ളിയിലെ ഡെക്കറേഷൻ കണ്ടോ, ഇതിനെല്ലാം സൂപ്പറാണ് കേട്ടോ. ചില നേരത്ത് ഈ കൊല്ലം നല്ല തിരക്കായിരുന്നു. അമ്പ് വരണുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. ഈ അമ്പ് ഞങ്ങൾ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് നമ്മുടെ പോകാനായിട്ട്. ഞങ്ങൾ തിരിച്ചു പോരാൻ കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാണ്. ചേട്ടനെ കാത്തിരിക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യാം.